ബീഹാറിൽ ജയം പ്രതീക്ഷിച്ച് ബി.ജെ.പി 100 കിലോ മധുരപലഹാരങ്ങളും പടക്കങ്ങളും ഓർഡർ ചെയ്തിരുന്നു. വിജയപ്രതീക്ഷയിൽ പടക്കം പൊട്ടിച്ച ബി.ജെ.പി പിന്നീട് എൽ.കെ. അദ്വാനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ബി.ജെ.പിക്കുണ്ടായ മുൻതൂക്കം അവസാനം വരെ തുടരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി പ്രവർത്തകർ. ഫലം പൂർണ്ണമായും വരും മുമ്പ് ആദ്യ മണിക്കൂറിൽ തന്നെ ആഘോഷവുമായി ബി.ജെ.പി പ്രവർത്തകർ നിരത്തിലിറങ്ങുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഫലസൂചനകൾ മാറിമറിയുകയും എൻ.ഡി.എയെ പിന്നിലാക്കി മഹാസഖ്യം കുതിക്കുകയുമായിരുന്നു. ബീഹാറിൽ ജയിക്കുമെന്ന മോഹത്തിൽ ബി.ജെ.പി ആഘോഷത്തിനായി 100 കിലോ മധുരപലഹാരങ്ങളും വാങ്ങി. ഫലസൂചനകൾ അനുകൂലമായ സാഹചര്യത്തിലാണ് മധുരപലഹാരങ്ങൾ പാർട്ടി വാങ്ങിക്കൂട്ടിയത്. വൻതോതിൽ പടക്കവും വാങ്ങിവെച്ചിരുന്നു. ആദ്യ സൂചനകൾ അനുകൂലമായതോടെ പടക്കം പൊട്ടിക്കാനും തുടങ്ങി. എന്നാൽ ഫലം മാറിമറിഞ്ഞ് മഹാസഖ്യം അധികാരമുറപ്പിച്ചപ്പോൾ പൊട്ടിച്ച പടക്കമൊക്കെയും എൽ.കെ. അദ്വാനിയുടെ പിറന്നാൾ ആഘോഷിക്കാനായിരുന്നുവെന്നും മധുരം വാങ്ങിയതും പിറന്നാൾ പ്രമാണിച്ചാണെന്നും പറഞ്ഞ് ചമ്മൽ മറയ്ക്കാനാണ് പാർട്ടിയുടെ ശ്രമം. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് ബി.ജെ.പി പ്രവർത്തകർ വിജയത്തിനായി യാഗവും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്.